ഹലോ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ചോദ്യപേപ്പർ എല്ലാ പരീക്ഷയുടെയും ഒരു വശത്ത് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് 1800 കോടി മുതൽ മുടക്കുള്ള രാമക്ഷേത്രം ചോർന്ന് രാമൻ മഴയത്ത് നനയാൻ തുടങ്ങിയത്. സാക്ഷാൽ രാമൻ. ബാബറി മസ്ജിദ് പൊളിച്ചത് അതിനകത്ത് രാമൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ രാമന്റെ വിഗ്രഹമുണ്ടെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു, പള്ളി പൊളിച്ചു, വിഗ്രഹം എടുത്തു, ഒരു ടെന്റ് കെട്ടി, താൽക്കാലിക അമ്പലം ഉണ്ടാക്കി, അതിനകത്ത് വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് തോന്നിയത് രാമൻ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് കിടക്കേണ്ട ആളല്ല. ആ ഇരിപ്പിൽ രാമൻ ഒരു സുഖമില്ല. സ്ഥിരമായിരിക്കാൻ മഴയും വെയിലും കൊള്ളാത്തൊരു സ്ഥലം, സുഖമുള്ള സൗകര്യമുള്ള ഇടം രാമന് വേണമെന്ന്. പിന്നെ എടുപിടിന്ന് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പണി ഒരുവിധം പൂർത്തിയാക്കി പ്രധാനമന്ത്രി തന്നെ പ്രതിഷ്ഠ നടത്തി പുതിയ അമ്പലത്തിൽ പുതിയ വിഗ്രഹം രാംലല്ലയെ പ്രതിഷ്ഠിച്ചു. ബാബറി മസ്ജിദിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു രാമൻ ഉണ്ടായിരുന്നല്ലോ, ആ രാമൻ എവിടെയെന്ന് ചോദിക്കാൻ നമ്മൾ ആരും പിന്നീട് പോയില്ല. എന്തേലും ആവട്ടെ, അതോടെ പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചു. എല്ലാരും ആശ്വസിച്ചു. എന്നാൽ എന്റെ കൂട്ടരെ, നിങ്ങൾ അറിഞ്ഞോ, രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി. രാംലല്ലയെ വെച്ചതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ അമ്പലം നിൽക്കുന്ന ഫൈസാബാദിൽ മോദിയുടെ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടി തോറ്റു. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇപ്പോ ആദ്യത്തെ മഴ പെയ്തപ്പോ അമ്പലം ചോരാണ്. ഇത്രയും പൈസ മുടക്കി പണിത അമ്പലം രാമനിരുന്ന് നനയാണ്. ഞാൻ പറയുന്നതല്ല, അയോധ്യ രാമ മന്ദിറിന്റെ മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നതാണ് ഇതൊക്കെ. देखिए, ये बहुत आश्चर्य की बात है कि ऐसे इंजीनियर हमारे देश, पूरे देश के आकर के यहाँ बैठे हैं, राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई। लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह छत जो है वो चूएगा, ऐसा किसी को ज्ञान नहीं है। पहले भी बरसत रहा, थोड़ा बहुत बरसा तो थोड़े बहुत, इतना नहीं हुआ। जब अब की वर्षा हुई, जितना पानी गिरा अंदर में, वो बहुत ही आश्चर्यजनक रहा। ഈ രാമനുണ്ടല്ലോ നരേന്ദ്രമോദിയെയും കൊണ്ടേ പോകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പൊ പ്രതിപക്ഷം ഇവിടെ ശ്രീരാമനാണ്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ. അയോധ്യ രാം മന്ദിറിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നത്, മൺസൂൺ കാലം തുടങ്ങിയിട്ട് ആദ്യ മഴയ്ക്ക് തന്നെ അമ്പലം ചോരാനും രാമൻ നനയാനും തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ നടപടിയും അന്വേഷണവും കൃത്യമായിട്ട് തന്നെ നടക്കണം. ഈ രാമക്ഷേത്രത്തിന് ശരിയായ ഒരു ഡ്രെയിനേജ് സൗകര്യമില്ല. ആ വെള്ളമൊക്കെ വിഗ്രഹത്തിൽ എത്തുകയാണ് മഴ പെയ്യുമ്പോൾ. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടത്താൻ എത്രയോ എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവരാരെങ്കിലും മുൻകൂട്ടി കണ്ടോ, വിചാരിച്ചോ, അറിഞ്ഞില്ലേ? ക്ഷേത്രത്തിനുള്ളിലെ വെള്ളം പുറത്തു പോകാൻ യാതൊരു വഴികളുമില്ല. ഇക്കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അതേ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കണം. ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ മഴ കനത്താൽ പൂജ പോലും മുടങ്ങുമെന്നൊക്കെയാണ് പൂജാരി പറയുന്നത്. എങ്ങനെയുണ്ട് ഈ രാമൻ? എങ്ങനെയുണ്ട് നമ്മുടെ രാമൻ? എനിക്ക് സത്യത്തിൽ ഈ രാമനോട് എനിക്ക് ആരാധനയാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്, വിശ്വാസമാണ്. നമുക്ക് കഴിയാത്തതാണ് രാമൻ ചെയ്യുന്നത്. നരേന്ദ്രമോദിയെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷത്രജ്ഞ വരപ്പിക്കുന്ന രാമൻ, അടിപൊളി രാമൻ. അരുൺ യോഗിരാജ് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ 51 ഇഞ്ച് ഉയരമുള്ള രാമലല്ല വിഗ്രഹമാണ് ഇപ്പൊ രാമക്ഷേത്രത്തിൽ മോദി പ്രതിഷ്ഠിച്ച രാമൻ. പഴയ ബാബറിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങളൊക്കെ ഇടയ്ക്ക് ആലോചിക്കാറില്ലേ? ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നേ. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കർസേവകർ ആ സ്ഥലത്ത് രാമന്റെ ഒരു വിഗ്രഹം സ്ഥാപിച്ചിരുന്നു. അവിടെ താൽക്കാലികമായിട്ടൊരു കൂടാരം പോലെ കെട്ടി അതിൽ പൂജ നടത്തുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ അമ്പലത്തിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് കളഞ്ഞിട്ടൊന്നുമില്ല. പുതിയ വിഗ്രഹത്തിന് നേരെ എതിർവശത്തായിട്ട് പഴയ രാമനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാ പഴയ രാമനും പുതിയ രാമനും കൂടിയാണ് മോദിയോട് പ്രതികാരം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോ രാമൻ മഴ നനയുകയാണ്. ക്ഷേത്രം പണിത LNT പറഞ്ഞത് 1000 കൊല്ലം നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് അവർ പണിതതെന്നാണ്. എന്തായാലും അമ്പലത്തിന്റെ നിർമ്മാണത്തിലൊക്കെ അഴിമതി കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ ധൈര്യം വരുന്നത്? Means we have designed the temple in such a way it will sustain much more than 1000 years. Material being used here, all we decided all natural materials whose or those life should be more than 1000 years. രാമൻ വളരെ ദേഷ്യത്തിലാണ്. അത് പരിഹരിക്കാതെ ചോർച്ചയോ തെരഞ്ഞെടുപ്പിലെ തോൽവിയോ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഇത് മനുഷ്യൻ സംഭവിപ്പിക്കുന്ന കാര്യങ്ങളല്ല. വലിയ ആഘോഷമായിട്ട് പൈലറ്റും എയർ ഹോസ്റ്റസും ഒക്കെ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഊർമിളയുടെയും ഒക്കെ വേഷം കെട്ടി അയോധ്യയിലേക്ക് വിമാനം പറത്തിയത് ഓർമ്മയില്ലേ? അതും മുടങ്ങി.
मैं दिलनवाज आपका गेट मैनेजर हूँ। आपकी उड़ान 6E6375 समय पर है और हम 5 मिनट में बोर्डिंग शुरू कर रहे हैं। ഇക്കൂട്ടർ ഇത് പ്ലാൻ ചെയ്ത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയിട്ടാണ്. പക്ഷെ ആളുകൾ ആദ്യമൊക്കെ അങ്ങോട്ട് ഒരുപാട് പോയിരുന്നു. പക്ഷെ പിന്നീട് ആളുകളുടെ എണ്ണം കുറഞ്ഞു. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ അയോധ്യയിലേക്കുള്ള വിമാന സർവീസ്, ട്രെയിൻ സർവീസ്, ബസ് സർവീസ് എല്ലാം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അയോധ്യയിലേക്കുള്ള പ്രത്യേക സർവീസ് ഉണ്ടായിരുന്നത് റെയിൽവേയും നിർത്തി. യാത്രക്കാർ ഇല്ലാതായതോടെ സ്പൈസ് ജെറ്റ് ആണ് ആദ്യമായിട്ട് വിമാനം നിർത്തിയത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, പാട്ന എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അയോധ്യയിലേക്കുള്ള സർവീസ് സ്പൈസ് ജെറ്റ് ആളില്ലാത്തതിനെ തുടർന്ന് നഷ്ടമായതുകൊണ്ട് നിർത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു, അതും റദ്ദാക്കി. നേരത്തെ 396 ബസ്സുകൾ വരെ സർവീസ് നടത്തിയിരുന്ന ഇടത്തിപ്പോ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നായി ഓരോ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ആളുകൾ ഇങ്ങോട്ട് വരവ് കുറഞ്ഞു എന്നാണ് അർത്ഥം. ജനുവരി 22 പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെ അയോധ്യയിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനുവരി മുതൽ മാർച്ച് വരെ പ്രതിദിനം 1.5 ലക്ഷം പേർ വരെ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഏപ്രിൽ, മെയ് വരെ അയോധ്യയിൽ എത്തുന്ന ആളുകളുടെ എണ്ണം ഏകദേശം 1 ലക്ഷമായിട്ട് പിന്നീട് കുറഞ്ഞു. അത് പിന്നീട് 60,000-ലേക്ക് എത്തി. പിന്നീട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടെ അതിനേക്കാൾ കുറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തില് നരേന്ദ്രമോദിയും കൂട്ടരും വിചാരിച്ച ഈ ഒരൊറ്റ ക്ഷേത്രം കൊണ്ട് ഇന്ത്യ പിടിക്കാമെന്നാണ്. 400 സീറ്റ് കിട്ടും, ഭരണഘടന മാറ്റാം, ബാക്കിയുള്ള പള്ളിയൊക്കെ പൊളിക്കാം, പലയിടത്തും ക്ഷേത്രം പണിയാം എന്നൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിലിരിപ്പ്. എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ. എന്നാൽ ഈ രാമൻ ആ മോഹങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് നിലത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു എന്ന അവസ്ഥയാണ് ഇപ്പോ. ആകെ മൊത്തം നാണക്കേടായപ്പോ സ്കൂൾ പുസ്തകങ്ങളിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരും ചരിത്രവും പോലും എടുത്തു മാറ്റിയ ഭീരുക്കളാണിവർ. 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം എന്നാണ് ബാബറി മസ്ജിദിനെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അവർ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നേ ആ വിഷയത്തില്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജി അല്ലെങ്കിൽ മോദി. അപ്പോഴേ ഞങ്ങളെ രാമനെ അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ്. അറ്റ്ലീസ്റ്റ് രാമന് നനയാതിരിക്കാനുള്ള ഒരു അമ്പലം രാമൻ മിനിമം അർഹിക്കുന്നുണ്ട്. ഈ രാമനാണല്ലോ നിങ്ങളെ അയോധ്യയിൽ തോൽപ്പിച്ചത്. നരേന്ദ്രമോദി ആ നന്ദി കാണിച്ചില്ലെങ്കിലും ആ നന്ദി ഈ നാട്ടുകാർക്ക് രാമനോടുണ്ട്. ആ രാമന് അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല. അമ്പല നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടോ എന്ന് കൃത്യമായ അന്വേഷണം നടക്കണം. 1800 കോടി എവിടെയാണ് പോയത്? മേൽക്കൂര നനയാതെ ഉണ്ടാക്കാൻ പോലും ഈ പണം കൊണ്ട് പറ്റില്ലേ? ആരാണ് രാമനെ ചതിച്ചത്? ദ നേഷൻ വാണ്ട്സ് ടു നോ. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ രാമനെ ഒരു ടാർപ്പായി എങ്കിലും കെട്ടി നനയാതെ വെക്കാനുള്ള ഉത്തരവാദിത്തം നരേന്ദ്രമോദിക്കുണ്ട്. പിന്നെ ഞാൻ 2-3 ദിവസം വീഡിയോ ചെയ്തില്ല. നിങ്ങൾ എല്ലാവരും വന്ന് എന്താണ് വീഡിയോ ഇടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇമെയിലുകളൊക്കെ അയക്കാറുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വന്ന്, ട്വിറ്ററിലൊക്കെ വന്ന് മെസ്സേജ് അയക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സ്ത്രീ പുരുഷ സമത്വം, ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്ത്രീക്കും പുരുഷനും വീഡിയോ ചെയ്യാനുള്ള പണി എളുപ്പമല്ല, ഒരേപോലെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആണുങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ നിൽക്കുകയാണെങ്കിലും അവർക്കൊരു ഷർട്ട് എടുത്തിട്ട് വന്ന് വീഡിയോ ചെയ്യാം. എനിക്ക് അത്ര എളുപ്പമല്ല. എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ലേസിയാണ് ഞാൻ, ഭയങ്കര മടിച്ചിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അങ്ങനെ ഇരിക്കണം. അപ്പൊ നാളെ വീണ്ടും കാണാം.